നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നേ 2022 ജനുവരി 21 മുതൽ 25 വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തന്നില്ലായിരുന്നോ? അപ്പൊ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഫുൾ PDF 2022 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫുൾ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അതിൽ 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഇത് ഞാൻ പഠിക്കാൻ തരും. അത് പിറ്റേ ദിവസം പരീക്ഷ ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. അപ്പൊ ഇന്നലെ ഞാൻ പഠിക്കാൻ തന്നത് ജനുവരി 21 മുതൽ 25 വരെ ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാവരും പഠിച്ച് സെറ്റ് അല്ലേ? അപ്പൊ പരീക്ഷ ഒന്ന് എഴുതി നോക്കാം. നിർബന്ധമായിട്ടും ഈ പോർഷൻസിന്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണേ. എന്നാൽ മാത്രമേ നമ്മൾ എത്രത്തോളം അത് പഠിച്ചു, എത്രത്തോളം നമ്മുടെ തലയിൽ കയറി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അന്നേരം ക്ലാസ്സിലേക്ക് പോവാം. ടിപ്സ് ഇൻ ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവണേ. തുടങ്ങാം. Tenth Mains 2022 Current Affairs January 21 to 25 എക്സാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏത് സ്ഥാപനമാണ് തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡയറക്ടർ പുറത്തിറക്കിയത്? കേരള ലളിതകലാ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ പരിഷത്ത്, കേരള സംഗീത നാടക അക്കാദമി. രണ്ടാമത്തെ ചോദ്യം, 2022 ജനുവരിയിൽ SK പൊറ്റക്കാട് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? MK സാനു, ആലങ്കോട് ലീലാകൃഷ്ണൻ, VM ദേവദാസ്, J യുവറാണി. 3. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നേതാജിയുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ഗേറ്റ്വേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യ ഗേറ്റ്, സുപ്രീം കോടതി. 4. UN ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരി ആര്? സ്മൃതി മന്ദാന, പ്രിയങ്ക രാധാകൃഷ്ണൻ, ഗീതാ ഗോപിനാഥ്, പ്രജക്ത കോലി. 5. ദേശീയ കയ്യെഴുത്ത് ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 21, ജനുവരി 22, ജനുവരി 23, ജനുവരി 24. 6. 2022 ഫെബ്രുവരിയിൽ 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസിയും വിപ്ലവകാരിയുമായിരുന്ന രാമാനുജാചാര്യയുടെ 216 അടി ഉയരമുള്ള പ്രതിമ നിലവിൽ വന്നത് എവിടെ? പാലക്കാട്, കൊല്ലം, രാമേശ്വരം, ഹൈദരാബാദ്. 7. കേരള വനിതാ ശിശു വികസന വകുപ്പ് കൗമാരക്കാരായ പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി ആരംഭിക്കുന്ന പദ്ധതി ഏത്? വർണ്ണക്കൂട്ട്, ചിത്രശലഭം, സമ്പുഷ്ട കേരളം, കിളിക്കൊഞ്ചൽ. 8. 2022 വർഷത്തെ പത്മശ്രീ പുരസ്കാരവും 73ാം റിപ്പബ്ലിക് ദിനത്തിൽ പരമ വിശിഷ്ട സേവാ മെഡലും ലഭിച്ച വ്യക്തി ആര്? നീരജ് ചോപ്ര, PV സിന്ധു, മേരി കോം, രോഹിത് ശർമ്മ. 9. 2022 ജനുവരി 25 ലക്ഷ്യസ്ഥാനത്തെത്തിയ പ്രപഞ്ചോൽപത്തിയുടെ രഹസ്യം തേടി വിക്ഷേപിക്കപ്പെട്ട നാസയുടെ ദൂരദർശിനി ഏത്? ഇൻജെന്യൂറ്റി, ജെയിംസ് വെബ്, ഹബിൾ ടെലിസ്കോപ്പ്, ഇവയൊന്നും അല്ല. 10. UPI ഓട്ടോപേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം കമ്പനി ഏതാണ്? എയർടെൽ, ജിയോ, VI, BSNL. 11. ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 22, ജനുവരി 21, ജനുവരി 24, മാർച്ച് 24. 12. 2022 ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇൻഡമേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെ? കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം,
കേരളത്തിലെ ഏത് സ്ഥാപനമാണ് തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡയറക്ടർ പുറത്തിറക്കിയത്? എ. കേരള ലളിത കലാ അക്കാദമി. 2. 2022 ജനുവരിയിൽ SK പൊറ്റക്കാട് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? ബി. ആലങ്കോട് ലീലാകൃഷ്ണൻ. 3. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം ജന്മവാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നേതാജിയുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യ ഗേറ്റിലാണ്. സി. ഇന്ത്യ ഗേറ്റ്. 4. UN ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരി ആര്? ഡി. പ്രജക്ത കോലി. 5. ദേശീയ കയ്യെഴുത്ത് ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ കയ്യെഴുത്ത് ദിനമായി ആചരിക്കുന്നത് സി. ജനുവരി 23. 6. 2022 ഫെബ്രുവരിയിൽ 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസിയും വിപ്ലവകാരിയുമായിരുന്ന രാമാനുജാചാര്യയുടെ 216 അടി ഉയരമുള്ള പ്രതിമ നിലവിൽ വന്നത് ഡി. ഹൈദരാബാദിലാണ്. 7. കേരള വനിതാ ശിശു വികസന വകുപ്പ് കൗമാരക്കാരായ പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി ആരംഭിക്കുന്ന പദ്ധതി ഏത്? എ. വർണ്ണക്കൂട്ട്. 8. 2022 വർഷത്തെ പത്മശ്രീ പുരസ്കാരവും 73-ാം റിപ്പബ്ലിക് ദിനത്തിൽ പരമ വിശിഷ്ട സേവാ മെഡലും ലഭിച്ച വ്യക്തി ആര്? എ. നീരജ് ചോപ്ര. 9. 2022 ജനുവരി 25-ന് ലക്ഷ്യസ്ഥാനത്തെത്തിയ പ്രപഞ്ചോൽപത്തിയുടെ രഹസ്യം തേടി വിക്ഷേപിക്കപ്പെട്ട നാസയുടെ ദൂരദർശിനി ഏതാ? ബി. ജെയിംസ് വെബ്. 10. UPI ഓട്ടോപേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം കമ്പനി ഏതാ? ബി. ജിയോ. 11. ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നതെന്ന? ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത് സി. ജനുവരി 24. 12. 2022 ഇന്ത്യയിലെ ആദ്യ ഗ്രഫീൻ ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എ. കേരളത്തിലാണ്. കേരളം. ഓക്കെ, ഈ 12 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമന്റ് ചെയ്യുക. 5 ദിവസത്തെ വീതമേ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തരുന്നുള്ളൂ. നമുക്ക് 2022 ഫുള്ള് പഠിക്കണം. അപ്പോൾ നിങ്ങളും കൂടെ പഠിച്ചു പോയാലേ പറ്റൂ. പെൻഡിങ് ഇട്ട് പോകരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സമയം കണ്ടെത്തി ഈ തരുന്ന ദിവസങ്ങളിലെ തന്നെ അപ്പോൾ പഠിച്ചു പോയി റിവിഷൻ ഉള്ളപ്പോൾ റിവൈസും കൂടി ചെയ്തോളാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എക്സാംസ് ഒക്കെ എല്ലാവരും മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇല്ലാത്തവരുണ്ടെങ്കിലേ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തേക്കണേ. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്